ഹായ് ഹായ് ഹായ്. ഇന്ന് പകുതി മുതൽ അങ്ങോട്ടാണ് കേട്ടോ വീഡിയോ. കാരണം ആദ്യം തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പോൾ പകുതി വരെ ആയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ടുപ്പുമാവാണ്. അതായത് രാവിലെ പുട്ടായിരുന്നു, അത് ബാക്കി വന്നപ്പോൾ വൈകുന്നേരം പുട്ട് പോലെ കൊടുത്താൽ ആരും കഴിക്കില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്തിരി മസാലയൊക്കെ ആക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ആ പുട്ട് നന്നായി പൊടിച്ച് അവിടെ വെച്ചു. പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടു ഒന്ന് നന്നായി വാട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളിയും അതുപോലെ ചെറുതായി അരിഞ്ഞ തക്കാളിയും അതും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ലേശം ഒരു കടിക്കുന്ന പാകത്തിൽ കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് പുട്ട് പൊടിച്ചവിടെ വെക്കണം കേട്ടോ. പുട്ട് പോലെ കൊടുത്താലൊന്നും ഇവിടെ ആരും കഴിക്കില്ലയെന്നേ, അതുകൊണ്ടാണ് ഈ പരിപാടി. അതൊന്ന് ചൂടായതിന് ശേഷം വെള്ളമൊക്കെ കൂടി അതൊരു ചെറിയൊരു കുഴമ്പ് പോലെ ആവും. അതായത് വെള്ളം കൂടെ ചേരുമ്പോൾ ഒരു കുഴമ്പ് പോലെ ആയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പുട്ടെടുത്തിട്ട് ഈ ഗ്രേവിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് മിക്സ് മിക്സ്. കാറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ, സാരില്ലാന്നേ, നമുക്ക് സഹിച്ചാളാം. നന്നായി അത് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ പുട്ടുമാവ് റെഡി ആയിരിക്കുന്നു ഗായ്സ്. വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതെ, എൻ്റെ അടുത്തുള്ള കുറച്ച് വാടിയതാണ്, എന്നാലും കൊള്ളാം. അതങ്ങോട്ട് ചെറുതായി മുറിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചോളൂ. ചുമ്മാ പുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കൂല, ആർക്കും വേണ്ട, പുട്ടിനിട്ട് തട്ടും. ഇതാകുമ്പോൾ എന്താണ്, ആരെങ്കിലും എൻ്റെ മോനോ എൻ്റെ കെട്ടിയോനോ കഴിച്ചോളും.